ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ചാമക്കഞ്ഞിയും മത്തങ്ങ ചമ്മന്തിയാണ്. കഞ്ഞി ഞാൻ 3 രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാണ് കേട്ടോ ചാമേരി. ഞാനിവിടെ 1.5 കപ്പ് ചാമേരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്താം. ഞാൻ നന്നായി കഴുകി 1 മണിക്കൂർ കുതിർത്തിയെടുത്തിട്ടുള്ള ചാമേരിയാണിത്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. കുക്കറിലാണെങ്കിൽ നമുക്ക് 1 വിസിലിന് വേവിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ വേവിച്ചാൽ മതി. കഞ്ഞിൻ്റെ കൂടെ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് മത്തങ്ങ ചമ്മന്തിയാണ്. അതിന് ഒരു വലിയ പീസ് മത്തങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പുളിക്ക് വേണ്ടി കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ 1 പീസ് ഇഞ്ചി, പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും. അപ്പോൾ നമുക്കെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായി അരഞ്ഞിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കടിക്കുന്ന രീതിയിൽ അങ്ങനെ അരച്ചെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ മത്തങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൽ കുറച്ചധികം വേപ്പില ചേർത്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് കളർ ഇങ്ങനെ. ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ കഴിക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ കഞ്ഞിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ അരിൻ്റെ മേലെ കുറച്ച് മേലേക്കായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് ലൂസായിട്ട് വേണ്ടുന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം വയ്ക്കാം. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് തൈര് വെച്ചിട്ടും സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കട്ടിയിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഞ്ഞി അത്യാവശ്യം നന്നായി തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ചാമക്കഞ്ഞി കുറച്ചധികം വേവുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച് കഞ്ഞിയിൽ നിന്ന് കുറച്ചൊരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുറച്ച് തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ലൂസായിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. പാത്രത്തിൽ ഞാൻ കുറച്ചും കൂടി വേവിച്ച ചാമക്കഞ്ഞി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കുറച്ച് തേങ്ങ അരച്ചൊഴിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. തേങ്ങൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചുവന്നുള്ളിയും നല്ല ജീരകം അരച്ച് ചേർക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ തേങ്ങാപ്പാൽ ഒഴിച്ചാലും നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഈ ഒരു കട്ടിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മളുടെ കഞ്ഞി ഇവിടെ സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത രീതി എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വേവിച്ച കഞ്ഞി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തൈരും അതുപോലെ പച്ചമുളകും ചുവന്നുള്ളിയാണ്. ഞാനിവിടെ 1 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചുവന്നുള്ളി, അതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് അങ്ങനെ മിക്സ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. ചുവന്നുള്ളിയൊക്കെ ഇങ്ങനെ കടിക്കാനുണ്ടാകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് തൈര് കുറേശ്ശായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. അധികം പുളിയില്ലാത്ത തൈരാണ് നമ്മൾ ഇതിന് വേണ്ടി എടുക്കേണ്ടത്. അധികം പുളിയില്ലാത്ത തൈര് കുറച്ചധികം ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് ലൂസായിട്ട് വേണ്ടുന്നുണ്ടെങ്കിൽ കുറച്ച് തൈര് ഒഴിച്ചിട്ട് ബാക്കി കുറച്ച് വെള്ളം ഒഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ അധികം പുളിയില്ലാത്ത തൈരായതുകൊണ്ട് തൈര് മാത്രം ഒഴിച്ച് കുറച്ച് കട്ട് ചെയ്ത് തന്നെയാണ് എടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിയാക്കി അരിഞ്ഞ ഇഞ്ചിയും അതുപോലെ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ തൈര് ഒഴിച്ച് ചാമക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ നാച്ചുറോപ്പതി ഡോക്ടർ വിജയകുമാർ സാർ പറഞ്ഞപ്പോഴാണ് നമുക്ക്
ഈ ചെറുധാന്യങ്ങളെ കുറിച്ചിട്ടുള്ള ഗുണങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മുടെ ഡയറ്റിൽ കുറേശ്ശെ ചെറുധാന്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ലഞ്ചിനോ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.